ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പേര് സ്കൈ ഹോക്ക് സ്റ്റോറീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് നമ്മളെ വിശേഷങ്ങളും അതുപോലെ തന്നെ ജർമ്മനിയിൽ താമസിക്കുന്ന ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റോറീസും ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജർമ്മനിയിൽ നിന്നുള്ള ഒരുപാട് പോഡ്കാസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ റിയൽ ലൈഫ് ഇൻസിഡൻസ്, എല്ലാവരും അവിടെ പോയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, അങ്ങനെ A to Z കാര്യം നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ജർമ്മനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ തന്നെ ജർമ്മൻ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകല്ലേ. അതെ. അപ്പോൾ എന്തുകൊണ്ട് ജർമ്മനിയിൽ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി പോയത്. അപ്പോൾ എൻ്റെ ബാച്ചിലേഴ്സ് നാട്ടിലാണ് ചെയ്തത്. ഫിസിക്സ് ആയിരുന്നു എൻ്റെ ബാച്ചിലേഴ്സ്. എനിക്ക് ഫിസിക്സ് പഠിക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ആഗ്രഹം ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് കയറണം എന്നുള്ളതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ISROയിൽ കയറണമെന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എല്ലാം. മാസ്റ്റേഴ്സ് ജർമ്മനി ചൂസ് ചെയ്തതിൻ്റെ റീസൺ, എനിക്ക് എബ്രോഡ് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണ് ജർമ്മനി സജസ്റ്റ് ചെയ്തത്. കാരണം ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്. US ആണ് കുറച്ചുകൂടി ഫിസിക്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കൺട്രികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് US, പിന്നെ രണ്ടാമത് ജർമ്മനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. കാര്യം ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. US പോകാൻ വേണ്ടി നമുക്ക് ഒരുപാട് കോസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന കൺട്രി നോക്കിയിട്ടാണ് അന്ന് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കേസ് പറയുവാണെങ്കിൽ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അബ്രോഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പോകാമെന്ന് വിചാരിച്ച കൺട്രി കാനഡ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IELTS ക്ലാസ്സിന് പോയപ്പോഴാണ് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ ജർമ്മനിയെ പറ്റി പറഞ്ഞത്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ ഗൂഗിളിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു. ഇത് ഒരു 5 to 6 years മുന്നെയാണ്. അപ്പോൾ അന്ന് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ അത്രയും യൂട്യൂബ് വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ആ ടൈമിൽ. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ചേട്ടൻ ജർമ്മനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കാൻ പറ്റി ഫോണിൽ കൂടി. അപ്പോൾ പുള്ളിയാണ് എനിക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ജർമ്മനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവിടുത്തെ ഇന്നോവേഷൻസ്, അവിടുത്തെ കമ്പനീസ്, കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് ജർമ്മനി എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ പറ്റി അറിഞ്ഞതും ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ജർമ്മനി പോകാൻ വേണ്ടി തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴും എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ എന്തായാലും പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ജർമ്മനി പോയത്. ജർമ്മനിയിൽ ഞാൻ പഠിച്ചത് മാസ്റ്റേഴ്സ് ഇൻ മെറ്റീരിയൽ സയൻസ് ആണ്. അത് ഏകദേശം എൻ്റെ മെക്കാനിക്കൽ ഫീൽഡിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ സയൻസ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ഞാൻ ജനറൽ ഫിസിക്സ് പഠിക്കാനായിരുന്നു ആഗ്രഹം. അതായത് മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് എടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാൻ ഒരുപാട് ആൾക്കാരെ സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചുകൂടെ ജോബ് ഓറിയൻ്റ് ആയിട്ട് വരുന്നത് മെറ്റീരിയൽ ഫിസിക്സ് പഠിക്കാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു ജർമ്മനിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യണം എന്നൊരാഗ്രഹം അന്ന് ഉണ്ടായിരുന്ന. റീസൺ എന്തെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ബൂം തുടങ്ങിയിട്ടില്ല. പക്ഷേ ബഡ്ജറ്റിലൊക്കെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹം അവിടെ പോയിട്ട് സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളൊരായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് മെറ്റീരിയൽ ഫിസിക്സ് ആണ്. അതിൽ സെമി കണ്ടക്ടർ സ്പെഷ്യലൈസ് ചെയ്താണ് എടുത്തത്. ഞാൻ ജർമ്മനി പോകുന്നതിന് മുന്നേ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ജർമ്മനിയും അതുപോലെ ജർമ്മൻ ലാംഗ്വേജും ഇത്രയും ട്രെൻഡിങ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെയാണ് ജർമ്മനി പോയത്. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ ജർമ്മനി ചെന്നുകൊണ്ട്. കാര്യം ഒരു പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ പോയാൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി പോകുന്നതിന് മുന്നേ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് പോയത്. ഞാൻ ഇവിടെ ഗോയിത്തയിൽ A2 വരെ പഠിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അന്നൊരു 5 years ഒക്കെ മുന്നേ അവിടെ ആ ഒരു A2 പഠിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇനിഷ്യൽ സ്ട്രഗ്ലിംഗ് എനിക്ക് കുറവായിരുന്നു ആ ഒരു ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട്. ഞാൻ അർജുന മീറ്റ് ചെയ്യുന്നത് ഒരു അക്കോമഡേഷൻ്റെ കാര്യം ചോദിച്ചിട്ടാണ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത് അർജുന. അപ്പോൾ അർജുനാണ് എനിക്ക് അക്കോമഡേഷൻ ജർമ്മനിയിൽ ആദ്യം എനിക്ക് അക്കോമഡേഷൻ എടുത്തു തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിന്നത്. അന്ന് എനിക്കൊന്ന് 10 പേര് ഞങ്ങൾ മലയാളികൾ ഒരുമിച്ചാണ് ജർമ്മനി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ജർമ്മനി വെച്ചിട്ടാണ്. അല്ലാതെ ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് നിന്നുള്ളതാണെങ്കിലും നമ്മൾ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എനിക്ക് ശരണിനെ നാട്ടിൽ വെച്ച് പരിചയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ശരണിനെ മീറ്റ് ചെയ്യുന്നത് ജർമ്മനി വെച്ചിട്ടാണ്. നമ്മൾ രണ്ടുപേരും ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, ബട്ട് ഡിഫറെൻറ്റ് കോഴ്സാണ്. ഞാൻ ആദ്യമേ പോയി. അപ്പോൾ ഞാൻ ചെന്നൊരു 2-3 months കഴിഞ്ഞിട്ടാണ് ശരൺ വന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരേ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ നമ്പർ കിട്ടിയിട്ടാണ് ശരൺ ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാനാണ് ശരണിന് അവിടെ അക്കോമഡേഷൻ, ശരൺ മാത്രമല്ല 1-2 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാനാണ് അവിടെ അക്കോമഡേഷൻ റെഡിയായി കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 10 മലയാളീസ് ഒരു ഹോസ്റ്റൽ പോലെ ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു 10 പേരും ആ ഒരു വർഷം ഫാമിലി പോലെ ഒരുമിച്ച് കുക്കിംഗ്, ട്രിപ്പിന് പോകുന്നു, പിന്നെ ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു. ഒരു നല്ലൊരു വൈബായിരുന്നു അവിടെ ആ ഒരു ഫസ്റ്റ് ഇയർ. പേഴ്സണലി ഞാൻ സ്വന്തമായിട്ട് അന്ന് റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താണ് പോയത്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇരുന്ന് വായിച്ച് നോക്കി. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടെ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ഇഷ്ടം. എന്ത് കാര്യം ചെയ്യുന്നത് മറ്റൊരാൾ പറയുന്നേക്കാളും എനിക്ക് എപ്പോഴും സ്വന്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. പിന്നെ വേറൊരു റീസൺ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ഹെൽപ്പ് ചോദിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്താണ് ഞാൻ ചെയ്തത്. അന്ന് അതിന് വേണ്ടി റിസോഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് അതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാനൊരു കൺസൾട്ടൻസി വഴിയാണ് പോയത്. ബട്ട് അന്ന് ആ ഒരു സമയത്ത് ഈ ജർമ്മനിക്കൊന്നും ഇത്രയും കൺസൾട്ടൻസീസ് ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊന്നും ആരും അഡ്മിഷൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെയാണ് ജർമ്മനിയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ ഒരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസൾട്ടൻസി വഴിയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടല്ല അപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെലിവറി ജോബാണ്. കാര്യം ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല. ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഡെലിവറി ജോബ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അന്ന് ഈ കോവിഡ് ടൈം കൂടെ ആയതുകൊണ്ട് ഡെലിവറി ജോബ് ഒരു ട്രെൻഡിങ്ങിലോട്ട് എത്തുമായിരുന്നു ആ സമയത്ത്. അപ്പം അർജുനും ആ സമയത്ത് ഡെലിവറി ജോബ് തന്നെയായിരുന്നു ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും ഡെലിവറി ജോബ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ ആകണം, അതാണ്. അതെ, നമുക്ക് ക്ലാസ്സും ആ ഒരു ജോബുമായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് കാര്യം, ടെക്നിക്കൽ ജോബൊക്കെ വർക്ക് ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രെസ് റിലീഫ് ആയിട്ട് തോന്നുന്നത് ഡെലിവറി ജോബ് ചെയ്യുമ്പോഴാണ്. കാര്യം നല്ല രസമാണ്. നമുക്ക് ആ ഒരു ക്ലൈമറ്റും പിന്നെ ആ ഒരു ജോബ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ക്ലൈമറ്റ് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിന്ററിലായിരുന്നു അവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു വിന്റർ സമയത്താണ് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ചും അങ്ങനെ ജോബിനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ജോബിന് പോകുന്നത്. അപ്പോൾ ഒരു ഡെലിവറി ജോബൊക്കെ ആയപ്പോഴത്തേക്കും ഇനിഷ്യൽ ഡേയ്സ് ഓക്കെ ആയിരുന്നു. ബട്ട് ലേറ്റർ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു -18 ഡിഗ്രിയോളൊക്കെ വന്നിട്ടുള്ള സമയമുണ്ട്. ഫുള്ള് മഞ്ഞൊക്കെ വീണിട്ട്. ബട്ട് ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു ആ ഒരു ജോബ് ചെയ്യാനായിട്ട്. ബട്ട് വിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഡെലിവറിക്കും നല്ല രീതിയിൽ ടിപ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ ഓരോ ഡെലിവറി ചെയ്യുമ്പോഴും ആ ഒരു ടിപ്പ് കിട്ടുന്നതുകൊണ്ട് വീണ്ടും പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഏൺ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു മണിയോട് നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി തന്നെയായിരുന്നു ആദ്യത്തെ ആ ഒരു 1 year ഞാൻ ഒരു ഡെലിവറി ജോബ് ചെയ്തത്. എൻ്റെ സിറ്റുവേഷൻ തിരിച്ചായിരുന്നു. കാര്യം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ബാച്ചിലേഴ്സ് സമയത്ത് തന്നെ ഞാൻ ഊബർ ഈറ്റ്സ് ഒക്കെ, അന്ന് ഊബർ ഈറ്റ്സ് നാട്ടിൽ ട്രെൻഡിങ് ആയിരുന്നു. ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഡെലിവറി ജോബൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു ഡെലിവറി ജോബ് ചെയ്യാൻ. ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വിന്റർ പീരീഡ് കഴിഞ്ഞായിരുന്നു, ആ ഒരു ഹാർഷ് ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ജോബ് തുടങ്ങിയ സമയത്ത് പിന്നെ അതുപോലെ എൻ്റെ ജോബ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഫ്ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ ഗ്രോസറീസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എംപ്ലോയി ഞാനായിരുന്നു ഡ്രസ്റ്റണിൽ. ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ജോബൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഓർഡേഴ്സ് ഒന്നും ഇല്ല. ഡെയിലി വെറുതെ ഇരിക്കുക, അവിടെ നിന്ന് ബാക്കി വരുന്ന ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങളവിടെ എല്ലാവരും ഞാൻ കൊണ്ടുവന്ന ഫുഡ്, കാരണം എല്ലാ ദിവസവും ശരൺ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഒരു 2-3 കിറ്റ് നിറച്ച് ഐസ്ക്രീം, പിന്നെ വെജിറ്റബിൾസ്, മീറ്റ്, ഒരുപാട് സാധനം കൊണ്ടുവരുമായിരുന്നു. കാരണം അത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓർഡേഴ്സ് ഒട്ടും ഇല്ലായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് വേസ്റ്റ് വരുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം അവിടെ എന്തോ റെഫ്രിജറേറ്റ് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു 2 ബക്കറ്റ് നിറച്ച് ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ കൊണ്ടു 2 കിറ്റ് നിറയെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിങ്ക് പിന്നീട് അത് യൂണിക്കോൺ സ്റ്റാർട്ടപ്പായിട്ട് മാറിയായിരുന്നു. ഭയങ്കര ഗ്രോത്ത്, ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അവർക്ക് കിട്ടിയായിരുന്നു. ബട്ട് ഇനിഷ്യൽ സ്റ്റേജ് എല്ലാ സ്റ്റാർട്ടപ്പ് പോലെയും തന്നെയായിരുന്നു, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഓർഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെലിവറി ജോബ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് വേറെ ജോബ്, ജർമ്മനിയിലെ പ്രത്യേകത വേറെ ജോബ് ചെയ്യിക്കത്തുമില്ല. അപ്പോൾ ജർമ്മനിയിൽ ഡ്രസ്റ്റൺ, ഞങ്ങൾ പോയ സിറ്റി ഡ്രസ്റ്റണിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അത്രയും അധികം മലയാളീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടി മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മലയാളി കമ്മ്യൂണിറ്റിയും സ്ട്രോങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലാതെ ഞങ്ങൾ മെയിൻലി എനിക്ക് തോന്നുന്നു ഞാൻ ചെന്ന സമയത്ത് ഞാനാണ് ആദ്യം
പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോകുന്നു അവിടെ. അതെ അതെ. ഞാൻ അവിടെ തൊട്ടടുത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് വന്ന ദിവസം തന്നെ ഓടാനൊക്കെ ഇറങ്ങിപ്പോയി. തണുപ്പായി, പിന്നെ തിരിച്ചു വന്നു. എല്ലാവരും എന്നെ കുറെ കളിയാക്കുകയൊക്കെ ചെയ്തു. ഞാൻ കാര്യം ജർമ്മനിയിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നും, അതായത് 40 ഡിഗ്രി ഒക്കെ തോന്നും. നമ്മൾ വിചാരിക്കും നല്ല വെയിലാണ് നാട്ടിലെ പോലെ, പക്ഷേ വെയിലാണ്, പക്ഷേ സമയത്ത് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ എനിക്ക് അതും പോയതിന്റെ പിറ്റേ ദിവസം തന്നെ പിന്നെ ഞാൻ എല്ലാവരും എന്നെ കളിയാക്കിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകുന്ന ചെന്നിട്ട് മെയിനായിട്ടും ഞങ്ങൾ അവിടെ സ്ട്രെസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പൊ അതാണ് ശരിക്കും ഒരു ബോണ്ട് അവിടെ കൊണ്ടുവന്നത്. മലയാളി കമ്മ്യൂണിറ്റി തന്നെ ഞങ്ങളാണ് ക്രിക്കറ്റ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഡ്രസ് ആൻഡ് ടസ്കസ് എന്ന് പറഞ്ഞൊരു ടീം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെയാണ് ഒരുപാട് പേരെ കണക്ട് ചെയ്തത്. അതിൽ നിന്നാണ് പിന്നെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ പോയതും അവിടെ ഒരുപാട് പേരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഗ്രാജുവലി ഗ്രോ ചെയ്തു, ആ ഒരു കമ്മ്യൂണിറ്റിയും ഗ്രോ ചെയ്തു. ഇപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഡ്രസ് ആൻഡ് കമ്മ്യൂണിറ്റിയിൽ. ഞങ്ങളുടെ ക്ലബിലും, ഞങ്ങളുടെ ക്രിക്കറ്റ് ക്ലബിലും നല്ല ആൾക്കാരുണ്ട്. ഞങ്ങൾ ക്ലബിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങളാണ്, ഐ മീൻ സ്റ്റേറ്റ് വിന്നേഴ്സ് ഞങ്ങളായിരുന്നു ടെന്നീസ് ബോൾ ഹാർഡ് ടെന്നീസിന്റെ. പിന്നെ ഞങ്ങൾ ഒരുപാട് ടൂർണമെന്റ്സ് നമുക്ക് വിൻ ചെയ്തിട്ടുണ്ട്. കണ്ണനായിരുന്നു സമയത്ത് ക്യാപ്റ്റൻ. നമ്മളെ മാനേജ്മെന്റ് ഫുള്ള് നോക്കുന്ന കണ്ണനായിരുന്നു. നമ്മള് സത്യം പറഞ്ഞ ആ ഒരു 3 years കൊണ്ട് നമ്മൾ പോയിട്ടുള്ള എല്ലാ ടൂർണമെന്റ്സിലും മിനിമം സെമി അല്ലെങ്കിൽ ഫൈനൽ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രാവശ്യം ഒരു ടൂർണമെന്റിന് പോയാൽ അവിടെ നമ്മളെ ഒരു പേര് രജിസ്റ്റർ ആവുമെന്നുള്ളതാണ്. എല്ലാവർക്കും അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, നമ്മൾ പ്രാക്ടീസ് സെഷൻസ് അല്ലെങ്കിൽ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ആ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് പ്രാക്ടീസിനൊക്കെ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. കാര്യം നമ്മൾ വല്ലാത്തൊരു പാഷനായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ ബേസിക്കലി എനിക്ക് ഫുട്ബോളാണ് താല്പര്യം, ഒരു ഫുട്ബോളർ ആയിരുന്നു. അപ്പം ബട്ട് ഈവൻ ഞാൻ പോകുന്നത് ക്രിക്കറ്റിനായിരുന്നു. കാര്യം നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു എൻവയോൺമെന്റ് ആയിരുന്നു. എല്ലാവരും കൂടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കളിക്കാതെ അതിനുശേഷം ഇരുന്ന് കഥ പറയുക, പരസ്പരം കളിയാക്കുക, അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. ആദ്യം നമ്മളൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ടീം എങ്ങനെയെങ്കിലും ചുമ്മാ ഒരു ടൂർണമെന്റ് കളിക്കാന്നുള്ള രീതിയിലാണ്. ബട്ട് ലേറ്റർ നമ്മളിങ്ങനെ കളിച്ച് വന്നപ്പോൾ നമുക്ക് പിന്നെ എല്ലാവർക്കും വാശിയായി, എങ്ങനെയെങ്കിലും ആ ടൂർണമെന്റ് കപ്പടിക്കണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ ടീം പയ്യെ ബിൽഡ് ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു 10, 35, 40ഓളം പ്ലേയേഴ്സ് ഉണ്ട് ടീമിൽ. അപ്പൊ ഞാൻ ജർമ്മനിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഡേറ്റ സയൻസ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യേണ്ട റീസൺ തന്നെ, അതായത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, എപ്പോഴും ഞാൻ പത്രം വായിക്കുമായിരുന്നു. അപ്പൊ പത്രം വായിക്കുമ്പം പത്രം വായിച്ചപ്പോഴത്തേക്ക് അതിൽ ഒരു നിർമ്മിത ബുദ്ധി ലോകം ഭരിക്കുമെന്ന് പറഞ്ഞ് 2019 ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പം അത് വായിച്ചു. കാര്യം എനിക്ക് ആ സമയത്ത് ഒരു എങ്ങനെയെങ്കിലും ജോലി കയറണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ടെക്നോ പാർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ശരിക്കും യൂസ് ആയത് 2021 കഴിഞ്ഞ ഒരു 22 കാലഘട്ടത്തിൽ എനിക്ക് യൂസ് ആയി. കാര്യം ഞാൻ ടെക്നിക്കൽ, അതായത് ഒരു പാർട്ട് ടൈം ജോബ്, ഈ ഒരു ഡെലിവറി ജോബിൽ നിന്നൊക്കെ മാറി ഒരു ടെക്നിക്കൽ നോളജ്, ഒരു ടെക്നിക്കൽ ഒരു ജോബിലോട്ട് കയറണം എന്നുള്ളൊരു ഇത് വന്നിട്ട് ഞാൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായത്. അപ്പൊ ഞാനത് എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എപ്പോഴും പറയും, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പാഴാവത്തില്ല. നിങ്ങൾ എവിടെ എന്ത് നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ നോക്കിയാലും, അല്ലെങ്കിൽ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്താലും അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ എനി അക്കാഡമിക് പ്ലേസിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്തു. തന്നെ എനിക്കൊരു ടെക്നിക്കൽ ജോബ് കിട്ടിയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോബ് കിട്ടി. അങ്ങനെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, യൂണിവേഴ്സിറ്റി ജോബ് ചെയ്ത് പ്രൊഫസറിൻ്റെ എന്നൊക്കെ ഉള്ള ഒരു റിവ്യൂയിലൂടെയും പിന്നെ അവരെ ഒരു ഗൈഡൻസിലൂടെയും നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു ബേസ് കിട്ടിയായിരുന്നു. ദെൻ അതിനുശേഷം എനിക്ക് ഫ്രൗൺഹോഫർ എന്ന് പറഞ്ഞിട്ട് ജർമ്മനിലെ വൺ ഓഫ് ദ ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവിടെ എനിക്ക് റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് ഞാൻ മെറ്റീരിയൽ സിന്തസിസാണ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് മെറ്റീരിയൽ സിന്തസിസ് ആണ് ചെയ്തത്. അത് ചെയ്ത് നമുക്ക് ഒരു മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു, പുതിയൊരു മെറ്റീരിയൽ. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു റിസർച്ച് നല്ലോണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ദെൻ അതിനുശേഷം പിന്നെ ഞാൻ വേറെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് ഫ്ലെക്സിബിൾ സെൻസറിലൊക്കെയാണ് ചെയ്തത്. അത് കുറച്ചും കൂടെ ഇലക്ട്രോണിക്സും റിലേറ്റഡ് ആയിട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ കോളേജിൽ ചെയ്തത് സെമി കണ്ടക്ടർ. ദെൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ മെറ്റീരിയൽ സിന്തസിസിലോട്ട് പോയി. ദെൻ അതിനുശേഷം വീണ്ടും ഞാൻ മെറ്റൽ സിന്തസിസും ഇലക്ട്രോണിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫ്ലെക്സിബിൾ സെൻസർ എന്നുള്ളൊരു രീതിയിൽ പ്രൊജക്റ്റിലോട്ട് പോയി. ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ടെക്നിക്കൽ നോളജും എനിക്ക് നല്ലോണം ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ നോളജ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കമ്പനീസിൽ നിന്ന് ഓഫർ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ഓഫർ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഐ മീൻ ഡ്യൂറിങ് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഫുൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇനിഷ്യൽ ആ ഒരു 1.5 ഇയറിൽ പാർട്ട് ടൈം ജോബും ആ ഒരു സ്റ്റഡീസൊക്കെ ആയിട്ടായിരുന്നു പോയത്. ബട്ട് ലേറ്ററാണ് നമ്മൾ ആ ഒരു പാർട്ട് ടൈമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാര്യമില്ലെന്നും നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ജോബ് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു കാര്യം മനസ്സിലായത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ പേപ്പർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടൊരു മാസ്റ്റർ തീസിസ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ChatGPT ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും AI ബേസ് ചെയ്തിട്ട് എൻ്റെ ഒരു മെറ്റീരിയൽ സയൻസ് ഫീൽഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ 1-2 പ്രൊഫസറിനെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ആർക്കും അത് റിലേറ്റ് ചെയ്ത ടോപ്പിക്സോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഒരു നോളജ് ഇല്ല അതിൽ. ബട്ട് ലേറ്റർ എനിക്ക് എൻ്റെ ഒരു പ്രൊഫസർ സ്വന്തമായിട്ട് പുള്ളിക്കാരനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു AI വിഷനെ എങ്ങനെ ആ ഒരു മെറ്റീരിയൽ സയൻസിലോട്ട് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു വെബിനാറിൽ വെച്ചിട്ട് പുള്ളിയുടെ ഒരു സ്പീച്ച് കേൾക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ പുള്ളീനെ യൂണിവേഴ്സിറ്റി പോയി ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഐഡിയാസ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ പുള്ളിയുടെ അണ്ടറിൽ കുറച്ച് നാൾ ഒരു 3 to 4 months ഇനിഷ്യലി പുള്ളിയുടെ ആ ഒരു കമ്പനിയിൽ തന്നെ എനിക്കൊരു പ്രോജക്റ്റ് പോലെ തന്നു. ലേറ്റർ ആ ഒരു പ്രോജക്റ്റ് തന്നെയാണ് എൻ്റെ തീസിസായി മാറിയത് മാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ കുറച്ച് പേരടുത്തൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എപ്പോഴും ആ ഒരു എന്താണ് AI-നെ നമ്മൾ ഒരു മെറ്റീരിയൽ അനാലിസിസിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളു. അന്ന് കുറച്ചും അത്രയും അൽഗോരിതംസ് ഇല്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ കുറച്ചും എളുപ്പം. ഒരുപാട് ട്രെയിനിങ് മോഡൽസ് ഇന്ന് കറന്റ് അവൈലബിൾ. പക്ഷെ അന്ന് അത്രയും മോഡൽസ് ഇല്ല. പേപ്പേഴ്സ് ഭയങ്കര കുറവായിരുന്നു. പബ്ലിക്കേഷൻസ് തീരെ കുറവാണ്. ആകെ അന്ന് കുറച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗം വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ തീസിസ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം നല്ല ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക്കേഷന്റെ സാധ്യത കൂടുതലാണ്. അപ്പം മെയിനായിട്ട് നമ്മളെ കുട്ടികൾ അഫക്ട് ചെയ്യുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇവരാരും പ്രോജക്റ്റിനെ ഫോക്കസ്ഡ് അല്ല. ഇപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഓറിയന്റഡ് ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ ബാച്ചിലേഴ്സ്, നിങ്ങൾ ഏത് ബാച്ചിലേഴ്സ് ആണ് പഠിക്കുന്നത്, നിങ്ങൾ ഈവൻ മെക്കാനിക്കൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നു, നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾ ഫൈനൽ പ്രോജക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, അത് എപ്പോഴും ഒരു അറ്റ് ദ മൊമെന്റ് നടക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം. അതായത് റിയൽ ടൈം ആയിരിക്കണം ടോപ്പിക്. അല്ലാതെ നിങ്ങളൊരു പഴയ ഒരു പ്രോജക്റ്റ് നിങ്ങൾ കോയമ്പത്തൂരിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും ചെയ്തൊരു പ്രോജക്റ്റ് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ പാസ്സാവും. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരിക്കലും ഒരു ഉപയോഗം വരില്ല. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങൾ ബാച്ചിലേഴ്സ് ചെയ്യുമ്പോഴേ നിങ്ങൾ ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്യുക, പഠിക്കേണ്ട സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിക്കുക. ദെൻ നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ഇയർ പ്രോജക്റ്റ് നിങ്ങൾ നല്ലോണം ചെയ്യുക. അങ്ങനെ ചെയ്തു വരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് ജർമ്മനിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ബാച്ചിലേഴ്സ് ടൈമിൽ എനിക്ക് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചി ഫിസിക്സ് ആയിരുന്നു. ചേച്ചി PhD ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജോബ് കിട്ടി. പിന്നെ ചേച്ചി അത് ഡ്രോപ്പ് ചെയ്തു. ബട്ട് എൻ്റെ ചേച്ചിയുടെ ഗൈഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് സെമി കണ്ടക്ടർ റിലേറ്റഡുള്ള കോഴ്സ് പ്രോജക്റ്റാണ് ചെയ്തത്. അതും തിൻ ഫിലിമിലാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് ലേറ്റർ യൂസായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളെ ബാച്ചിലേഴ്സ് ടൈമിൽ നിങ്ങൾ എപ്പോഴും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം. മാസ്റ്റേഴ്സ് ജർമ്മനി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈവൻ നോട്ട് ഇൻ ജർമ്മനി, എനിവെയർ മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ജർമ്മനിയിലാണ് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് പോലെയല്ല. ഇപ്പോൾ ജർമ്മനിയിൽ ഒരു ജോബിന് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു 80 to 85% ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത മാസ്റ്റർ തീസിസിനെ പറ്റിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇന്റേൺഷിപ്പ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അവർ ചോദിക്കും. തീസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ജർമ്മനിയിൽ. ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, നിങ്ങൾ ബാച്ചിലേഴ്സിന് ചെയ്ത പ്രോജക്റ്റ് അവർ ചോദിക്കും, നിങ്ങൾ മാസ്റ്റേഴ്സിന് ചെയ്ത പ്രോജക്റ്റും ചോദിക്കും. പിന്നെ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻസ്. ബട്ട് റിസർച്ച് ആണ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്ന അക്കാഡമിക്കലി പോകാൻ, അതായത് നിങ്ങൾക്ക് ലേറ്റർ ഒരു PhD ചെയ്യാനാണ് ആഗ്രഹം, ദെൻ ഒരു പോസ്റ്റ് ഡോക്, പിന്നെ അങ്ങനെ അക്കാഡമിക്കലി പോകാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കേഷൻസ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം. ഇപ്പം അല്ലാതെ ഇൻഡസ്ട്രിയിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാംഗ്വേജ് പഠിക്കുക. മെയിനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. നിങ്ങളെ ഫൈനൽ ഇയർ തീസിസ് കമ്പനി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഇൻഡസ്ട്രി കയറാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ നോളജ് വേണം. അതെന്തായാലും നിങ്ങൾ നാട്ടിലെ പോലെയല്ല, നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ സ്കിൽസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജോബിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ആക്ച്വലി ഒരു ഡേ നൈറ്റ്, ഐ മീൻ ഒരു ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവില്ല ജർമ്മനിയിൽ. നമ്മളൊരു ലോങ് വിഷൻ തന്നെ നമുക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങൾ മാസ്റ്റർ തീസിസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രൊഫസറിൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ ചെയ്യുന്ന, പുള്ളിക്കാരനുമായിട്ട് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ എൻ്റെ തീസിസ് ചെയ്തതിലൂടെ പഠിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ റെഗുലർ ആയിട്ട് പുള്ളിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു, എൻ്റെ ഐഡിയാസ് ചുമ്മാ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ തീസിസ് ചെയ്യാനായിട്ട്. ബട്ട് എന്താണെന്ന് അറിയില്ല, ഞാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആണെങ്കിൽ പോലും പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഫേം ഉണ്ടായിരുന്നു, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. അപ്പോൾ ഞാൻ തീസിസ് തീർന്നൊരു 3-4 മാസം കഴിയുമ്പോൾ
കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോബ് തന്നെ പുള്ളി ഓഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ടൈമിൽ ഞാൻ ജർമ്മനിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ ഒരു ഫേമിൽ ജോബിന് കയറുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു തീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ, കാരണം ഈ പ്രൊഫസേഴ്സിനെല്ലാം അവിടെ ഒരുപാട് കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എപ്പോഴും അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്, ഒരു പ്രൊഫസറിന്റെ റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സിനും ഇതുപോലെ തീസിസ് ചെയ്ത പ്രൊഫസർ റെക്കമെൻഡ് ചെയ്തിട്ട് ജോബിന് കയറിയ 3-4 പേരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ജർമ്മനിയിൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല കോൺടാക്ട്സ് ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. റെക്കമെൻഡേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് എക്സാമ്പിൾ ബോഷിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ റെഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടാൻ എപ്പോഴും കുറച്ചുകൂടെ പോസിബിലിറ്റി കൂടുതലാണ്, പ്രിഫറൻസ് കിട്ടും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലൊരു കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ആൾക്കാരായിട്ട് ഈവൻ പ്രൊഫസേഴ്സായിട്ടൊക്കെ നല്ല കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ പോവുക. അപ്പം മെയിനായിട്ട് നമ്മളെ കുട്ടികളുടെ പ്രശ്നം തന്നെ ആരും ക്ലാസ്സിൽ പോകാറില്ല. ഓക്കെ, നിങ്ങൾ ജർമ്മനി പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസ്സിൽ പോവുക, ഡെയിലി ക്ലാസ്സിൽ പോവുക, ക്ലാസ്സിൽ പോയിട്ട് അന്നൊന്ന് പഠിപ്പിക്കുന്ന അന്നൊന്ന് പഠിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 years കൊണ്ട് കോഴ്സ് തീർത്ത് നല്ലൊരു ജോബിൽ കയറാൻ പറ്റും. പക്ഷേ നമ്മൾ കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാവരും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പാർട്ട് ടൈം പോകും. പാർട്ട് ടൈമിന് പോകണ്ടെന്നല്ല, പാർട്ട് ടൈമിന് പോകണം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിങ്ങളുടെ കോഴ്സും കൂടെ നല്ലോണം നോക്കി നല്ലോണം പഠിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടും. ജർമ്മനി അത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ബട്ട് സ്റ്റാൻഡേർഡ് വേണം, സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലേ ജോലി കിട്ടുള്ളൂ. ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ. അതുകൊണ്ടാണ് ജർമ്മനി ഇപ്പോഴും ആ ഒരു ടെക്നിക്കൽ ഡൊമിനൻസ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ സ്റ്റാൻഡേർഡ് ഉയർത്തുക. അത് ഈവൻ ലാംഗ്വേജ് ആവട്ടെ, അല്ലാതെ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ആവട്ടെ, അപ്പോൾ അത് നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും ഒരു ജോബിലോട്ടൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഒരു B2 ലെവൽ പ്രൊഫഷൻസി മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് കിട്ടത്തുള്ളൂ. ജർമ്മനിയിൽ നമ്മൾ സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളിലൂടെ പഠിച്ച വയലൻ്റ് എററായിരുന്നു. അതെ, ഫുള്ള്. ബട്ട് എനിക്ക് ഒരു ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് ആരും വന്ന് ഉൾക്കൊണ്ടില്ല. അതായത് ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. ലാംഗ്വേജ് അത് ഭയങ്കരമായിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങൾ വെറുതെ നിന്ന് സമയം കളയരുത്, നിങ്ങൾ ലാംഗ്വേജ് പഠിക്കണം, ഇത് നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്, നിങ്ങളത് യൂസ് ചെയ്യണം, ലാംഗ്വേജ് പഠിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് വേറെ രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വാക്കിന് അന്നൊരു അത്രമാത്രം വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലേറ്റർ എനിക്ക് തോന്നി പുള്ളി പറഞ്ഞതായിരുന്നു കറക്റ്റായിട്ടുള്ള കാര്യം. ജർമ്മനിയിൽ നിങ്ങൾ ലാംഗ്വേജിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫസ്റ്റ് സെമിസ്റ്റർ നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈസിയാണോ, നിങ്ങളുടെ പാത്ത് കുറച്ചുകൂടെ ഈസിയാവും ഒരു ജോബിലോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ലൈഫ് അവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ കറക്റ്റ് ഉറങ്ങണം, രാവിലെ എണീക്കാൻ പറ്റണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റുള്ളൂ. കോളേജിൽ പോയി നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ടൈമിലും പീരീഡിൽ ക്ലാസ് ഉണ്ടാവണമെന്നില്ല. ബട്ട് നമ്മളെടുക്കണം, അതായത് നമ്മളാണ് എടുക്കുന്നത്. അതായത് ഇപ്പം കമ്പൽസറി മൊഡ്യൂൾസ് നമ്മൾ എന്തായാലും എഴുതണം. എലക്ടീവ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എലക്ടീവ്സ് ഏതെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പാർട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതേപോലെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് പാർട്ട് ടൈം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പിന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ ബാക്കി ഡെയിലി റുട്ടീൻസും നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയാം. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി എന്തായാലും ഉണ്ടാവും നമ്മൾ യൂറോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തായാലും ചെയ്യണം. കാര്യം നമുക്ക് അത് സമ്മറിൽ മാത്രമേ ചെയ്യാനും പറ്റും. ഇപ്പോൾ വിൻ്റർ ആണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ എന്തായാലും പോകണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യണം. ദെൻ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കുക, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുക, അതിന് വൈറ്റമിൻ D ടാബ്ലറ്റ്സ് എടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങളൊരു ഹാബിറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും.
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ആവട്ടെ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇവർക്ക് ലോങ് ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. ജർമ്മനിയിൽ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പാത്തുണ്ട്. അതെ, ജർമ്മൻസും അതാണ്. അവര് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ നമ്മളും ആ പാത്തിലൂടെ വേണം എപ്പോഴും പോകാൻ ശ്രമിക്കണം. ആ ഒരു പാത്തിൽ കൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത്രയും ഒരു ലോങ് ജേണി ഇല്ല, ശരിക്കും ഒരു ഷോർട്ട് ജേണിയാണ്. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അവർ. അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് പഠിക്കുക, ലാംഗ്വേജ് പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ജോബിലോട്ട് കയറുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ചോദിക്കും ലക്ക് എന്നുള്ള ഫാക്ടറുണ്ട്. ലക്ക് ഫാക്ടർ ഉണ്ടാവാറുണ്ട് ചില കാര്യം. എക്സാമ്പിൾ, നമ്മൾ നിൽക്കുന്ന ജോഗ്രഫിക്കലി നമ്മൾ നിൽക്കുന്ന പ്ലേസും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഇപ്പം ഞാൻ പോയ സ്ഥലം സെമി കണ്ടക്ടറിന് ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണ്. ജർമ്മനിയിലെ ഡ്രെസ്ഡനാണ് സെമി കണ്ടക്ടർ ഹബ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ അത് നോക്കിയായിരുന്നു. അപ്പോൾ ചൂസ് ചെയ്തത് അതുകൊണ്ടാണ്. കാര്യം അപ്പോൾ എനിക്ക് സെമി കണ്ടക്ടറിലായിട്ടുള്ള പാർട്ട് ടൈം കിട്ടും. പാർട്ട് ടൈം മീൻസ് വർക്കിംഗ് സ്റ്റുഡൻറ്റ് പൊസിഷൻ, ഇന്റേൺഷിപ്പ് ആവട്ടെ, അങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു പ്ലേസ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ലോജിസ്റ്റിക്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിന് ഫേവർ ചെയ്യുന്ന പ്ലേസ് ഏതാണ് അവിടെയാണ് പോകുന്നത്. അതിപ്പോൾ ഹാംബുർഗ് ആവാം അല്ലെങ്കിൽ കീലാവാം. അപ്പോൾ നിങ്ങൾ അത് ആ ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും ഒരു പ്ലേസ് ചൂസ് ചെയ്യുക. ഇപ്പം ബിസിനസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ഫർട്ട് സൈഡിൽ അല്ലെങ്കിൽ ബെർലിനിലൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ട് ടൈം കിട്ടാൻ, പാർട്ട് ടൈമും ലേറ്റർ അതൊരു ഫുൾ ടൈമിലോട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെപ്പോഴും ഒരു പ്ലേസും ചൂസ് ചെയ്യേണ്ടത്. അതെ, അത് കണക്കിന് പ്ലേസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള പ്ലേസ് ആകുമ്പോഴത്തേക്കും അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോഴായിക്കോട്ടെ പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടും. അപ്പോൾ ആ റെഫറൻസ് കിട്ടുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രീസ് കൂടുതലുള്ള സ്ഥലമാകുമ്പോഴത്തേക്കും അവിടെ ജോലി ചെയ്യുന്നുള്ള ഒരു റെഫറൻസ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊരു ഇതാണ് പ്ലേസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പ്ലേസ് നോക്കി വേണം എപ്പോഴും പോകേണ്ടത്. പക്ഷേ അതിൽ വരുന്ന പ്രശ്നം മാർക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും ചൂസ് ചെയ്യാൻ വിചാരിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എപ്പോഴും കിട്ടണമെന്നില്ല. കാര്യം യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബാച്ചിലേഴ്സിൽ എനിക്ക് +2 സ്റ്റുഡൻസിൻ്റെ പറയാനുള്ളത്, നിങ്ങൾ ബാച്ചിലേഴ്സ് ടൈമിലൊക്കെ നല്ലോണം പഠിക്കുക എന്നുണ്ട്. നല്ലോണം പഠിച്ച് നല്ലൊരു മാർക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാം, നല്ല പ്ലേസ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നത്. അതും ജർമ്മനി പോലെ ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ള ഒരു കൺട്രി ഉള്ളപ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അമേരിക്കയിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാനായിരിക്കും ഇഷ്ടം. ബട്ട് നിങ്ങൾക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളെ ഫിനാൻഷ്യൽസ് ആണ് ചിലപ്പോൾ അവിടെ പോകാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഇപ്പോൾ ജർമ്മനി പോലൊരു കൺട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു ജോബ് കണ്ടുപിടിക്കാൻ യാതൊരു ഡിഫിക്കൽറ്റിയും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫസ്റ്റ് ജോബ് കിട്ടാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ബട്ട് ആ ഒരു ജർമ്മൻ സർട്ടിഫിക്കറ്റും ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും ഇപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്ന് അവരെ മനസ്സിലുണ്ട്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അത് ആ ഒരു കാര്യം. നമുക്ക് ജർമ്മനി ഒരു പാത്ത് വേ ആയിട്ടും ചൂസ് ചെയ്യാം എപ്പോഴും ഒരു വേറൊരു കൺട്രിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, എനിക്ക് USA പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നെ എല്ലാവരും കളിയാക്കുകയും ചെയ്യുന്നത് അവിടെ വന്നപ്പോഴത്തേക്ക്. കാരണം എനിക്ക് USA പോകണമെന്ന് ഭയങ്കര ഡ്രീമായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നതും ജർമ്മനി പഠിച്ചിട്ട് തന്നെ അതിനുശേഷം US മൈഗ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഇപ്പം കമ്പാരിസൺ ഒക്കെ നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ജർമ്മനിയാണ് ബെസ്റ്റ് എന്നാണ്. റീസൺ ഇപ്പം ജർമ്മനിയിൽ നമുക്ക് അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ നല്ലതാണ്. വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ല. നമ്മൾ US എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടത്തില്ല. പിന്നെ ഒരു പ്രശ്നം ജോബ് സെക്യൂരിറ്റി ഇല്ല. ജർമ്മനിയിൽ ജോബ് സെക്യൂരിറ്റി ഭയങ്കര കൂടുതലാണ് ആസ് കമ്പയർഡ് ടു US ആൻഡ് ഓൾ. അപ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഷെങ്കൻ വിസയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ജർമ്മനിയിൽ നിൽക്കുന്ന നാളെ ഒന്ന് ബീച്ചിലോട്ടൊക്കെ പോകണമെന്ന് തോന്നിയാൽ നമുക്ക് നാളെ ഒരു ബീച്ചിലോട്ട് പോകാൻ പറ്റും. അത്ര ഈസിയാണ്. നമുക്കറിയാം 28 രാജ്യങ്ങളിൽ നമുക്ക് ഫ്രീ ആയി ട്രാവൽ ചെയ്യാൻ പറ്റും. അതും വലിയ എമൗണ്ട് ഒന്നും വേണ്ട. വലിയ എമൗണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് പാരീസിലാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത് ഫ്രാൻസിലോട്ടായിരുന്നു. പാരീസിൽ പോയി. പിന്നെ അതുപോലെ പിന്നെ ഇറ്റലി പോയിട്ടുണ്ട്, ഓസ്ട്രിയ, എല്ലാം ഓൾമോസ്റ്റ് മിക്ക കൺട്രീസും പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജർമ്മനിയിലായതുകൊണ്ടാണ് പോകാൻ പറ്റിയത്. ജർമ്മനി പോയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടൊന്നുമല്ല പോയത്. പക്ഷെ അന്ന്
ശരിക്കും A1 A2 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപയോഗമുണ്ട്. അതായത് A2 ഒക്കെ മതി, അത്യാവശ്യം A2 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം കമ്പനിയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇന്ന് മിനിമം B2 ആണ്. ഇനി അത് C1 ലെവലാവും. ഉറപ്പായിട്ട് ഒരു 1 ഇയർ കൊണ്ട് എന്തായാലും C1 ലെവലിലോട്ട് മാറി. ഇപ്പോഴേ ഓൾമോസ്റ്റ് മാറി തുടങ്ങി. കാര്യം അത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി വെച്ചുകൊണ്ട് നിങ്ങൾ ജർമ്മനി ജോബ് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടുന്നവരുണ്ട്, അത് പക്ഷേ ഒരു 1% ആൾക്കാരായി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിനെ സ്നേഹിക്കുക, ആ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നാണ് നോക്കുക. മിനിമം B2 നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ കിട്ടും, ജോബ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഭയങ്കര റിയൽ സ്ട്രഗിളിലോട്ട് നിങ്ങൾ പോകും. അപ്പോൾ എങ്ങനെ സ്കൈ ഹോക്കിലോട്ട് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എല്ലാം സെൽഫായിട്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഞാൻ ഒരുപാട് പേരെ അല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അവിടെ നിന്ന് ആൾക്കാർ എന്നെ പറഞ്ഞു, നീ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു, അതായത് ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ചെയ്തതെന്ന് ചോദിച്ചു. നീ ഫ്രീ ഓഫ് കോസ്റ്റിന് ഇങ്ങനെ ഗൈഡൻസ് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് നിനക്ക് അത് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് നിനക്ക് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വളരെ ചെറിയൊരു ഫീസിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയായിരുന്നു ജർമ്മനിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനന്ന് ഒരു കൺസൾട്ടൻസി എന്നുള്ള ഇതിലോട്ട് പോകുന്നതിന് പകരം ഞാൻ ഒരു ജസ്റ്റ് എൻ്റെ ഒരു പാർട്ട് ടൈം ഇൻകമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടു. എനിക്ക് ടു ബി ഓണസ്റ്റ് എനിക്ക് എപ്പോഴും ഒരു ടെക് റിലേറ്റഡ് ആയിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. സ്റ്റിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ആക്സിഡൻ്റലി ആണ് ഞാൻ ഈ ഒരു കരിയർ ഗൈഡൻസും ഈ ഒരു സർവീസ് ഇൻഡസ്ട്രിയിലോട്ട് എത്തിയത്. ബട്ട് ഇതിലോട്ട് എത്തിയപ്പോൾ എനിക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് കുട്ടികളെ എന്നുള്ള റിവ്യൂയിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് അവരെ അവരെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഒരു കുറച്ചും കൂടെ വലിയ രീതിയിൽ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ. ബട്ട് ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക് ഓറിയൻ്റഡ് ആയിട്ടാണ് എനിക്ക് നിൽക്കാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ അർജുനായിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സംസാരിച്ചു. അപ്പം അർജുൻ കുറച്ചും കൂടെ മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അപ്പം അർജുനായിട്ട് സംസാരിച്ചു. ദെൻ ഞങ്ങളൊരു ഡിസിഷനിലെത്തി. ഞങ്ങളിങ്ങനെ ഒരു സ്കൈ ഹോക്ക് എന്നുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എത്തിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്കൈ ഹോക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് രീതിയിലോട്ട് ഞങ്ങൾ പോയത്. അർജുൻ്റെ വൈഫാണ് ഈ പേര് തന്നെ സജസ്റ്റ് ചെയ്തത്. സ്കൈ ഹോക്കിൻ്റെ അർത്ഥം സ്കൈ ഹൈ എന്നാണ്. ജർമ്മൻ വേർഡാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ വേർഡ് ചൂസ് ചെയ്തു. ദെൻ അത് വെച്ചിട്ട് നമ്മൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്റ്റുഡൻസിനെ വിട്ടിട്ടുണ്ട്. ബട്ട് ഞാൻ എൻ്റെ ഒരു ഞങ്ങൾ മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ലേറ്ററാണ് ഈ മാർക്കറ്റിംഗ് ട്രെൻഡിങ് ഒക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെയാണ് ഇതൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ദെൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഓഫീസ് വന്ന് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആയതുകൊണ്ട്, അർജുൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്തത്. കാര്യം നമുക്ക് എപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമല്ലോ ഓഫീസ്. നാട്ടിലുള്ള സമയവും കുറവാണ്. അതെ, നാട്ടിൽ നിങ്ങളുള്ള സമയം കുറവാണല്ലോ. നമുക്ക് വെക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓഫീസ് ചൂസ് ചെയ്ത് നമ്മളൊരു നല്ലൊരു ടീം ബിൽഡ് ചെയ്തെടുത്തു. ഞങ്ങളുടെ ഓഫീസിൽ മാനേജർ, ദെൻ സ്റ്റാഫ്, കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ടീം ഞങ്ങൾക്ക് കിട്ടി, ആപ്ലിക്കേഷൻ ടീമൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ടീം ബിൽഡായി. ദെൻ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ദെൻ ലേറ്റർ ഞങ്ങൾക്ക് ഒരുപാട് ഹൗസ്ഫുൾഡും പൊസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങളുടെ തന്നെ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയാണ് ഞങ്ങൾ ലാംഗ്വേജ് സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു, അവരെ നിന്നൊരു ഇത് വന്നായിരുന്നു. ഞങ്ങൾ മറ്റ് കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലാംഗ്വേജ് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു സർവീസസ്. എംപ്ലോയർ ചോദിച്ചു, കൊണ്ടുവരുന്ന സ്റ്റുഡൻസിന് ക്വാളിറ്റി ഇല്ല, ഇത്രയും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ലാംഗ്വേജ് സ്കൂൾ തുടങ്ങാം എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഒരു 100+ സ്റ്റുഡൻസ് ആയിട്ട് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം വളരെ ഹാപ്പിയാണ് ഈ ഒരു ജേണി. ഇങ്ങനെ നമ്മൾ ഒരു പാത്തിൽ നിന്നും ഡീവിയേറ്റ് ആയെങ്കിലും ബട്ട് ആ ഒരു പാത്തിലോട്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഇതിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര വലിയൊരു സ്ഥാപനത്തിലോട്ട് ഇത് മാറും, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ആദ്യം നമ്മൾ ഒരു ഓഫീസ് പോലും വേണ്ട, അവിടെ നിന്നിട്ട് ഫ്രീലാൻസ് ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ചെറിയൊരു ഓഫീസ് ഇടാന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ബട്ട് ഇപ്പോൾ അത് ഈ ഒരു വലിയ സ്ഥാപനത്തിൽ എത്തി നിൽക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ടല്ലേ. അതെ, നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്കൊരു ഓൺട്രപ്രണർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഇനിഷ്യലി എപ്പോഴും ഒരു ജോബിന് പോയി ആ ജോലി എക്സ്പീരിയൻസ് ആയി കുറേ നാൾ കഴിഞ്ഞു പൈസ കിട്ടിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതല്ല, റൈറ്റ് ടൈം എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ടെന്ന് എനിക്കിത് തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഓരോ കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ടീം ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നതിൻ്റെ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രിക്കറ്റ്
ടീം ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ കുറെ നോളജ് ഉണ്ട്. അതെ. അതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. നമ്മളെല്ലാവരും അതനുസരിച്ച് കെയർ ചെയ്തു ആ ഒരു ടീം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇവിടെ വരാൻ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്ന സമയം പോകുന്നതാണെങ്കിലും അറിയാറില്ല. നമുക്ക് സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ടുള്ള റിസ്ക് എപ്പോഴും കൂടുതലാണ്, നിങ്ങൾക്കറിയാം. അതായത് ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ റിവ്യൂ. നമ്മുടെ റിവ്യൂവും പിന്നെ നമ്മളെ കസ്റ്റമർ റിലേഷൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതിൽ നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മാക്സിമം എപ്പോഴും എല്ലാ ടൈമും ഞാൻ അവൈലബിൾ ആയിരിക്കും, അവൈലബിൾ ആവാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാനും അർജുനും നമ്മൾ അങ്ങനെ ഫുള്ളി കമ്മിറ്റഡ് ആണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡ്. ഇപ്പം നമ്മൾ ജർമ്മനിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ജർമ്മനിയിലൂടെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈവൻ ഹൗസ് ഹോൾഡും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ FSJ ആവട്ടെ, ദെൻ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആവട്ടെ, അല്ലാതെ ബാച്ചിലേഴ്സ്, ഔപെയർ, PhDക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജർമ്മനിലോട്ടുള്ള എല്ലാ പ്രോഗ്രാം, ഈവൻ വർക്ക് വിസ അസിസ്റ്റൻസ് ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും ഞങ്ങൾ നമ്മൾ ഓൾറെഡി ജർമ്മനിയിലായതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ അത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ആണ് അങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം ഹാപ്പിയാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ജർമ്മനിയിൽ സ്റ്റിൽ അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അൺസ്കിൽഡ് അല്ല, സ്കിൽഡ് ആണ് എപ്പോഴും. അപ്പം നിങ്ങൾ ആ സ്കിൽഡിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് പൂർണ്ണമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജർമ്മനി എന്നുള്ള ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളിപ്പോൾ ഈവൻ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻ്റ് ആവട്ടെ, ഈവൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആവട്ടെ, ഈവൻ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആവട്ടെ, എന്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ജർമ്മനിയിൽ ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത്ര ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി. അവർ ഈ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളെ ഇത്രയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചിറങ്ങി അവർക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത്രയും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ ഇത്രയും എമൗണ്ട് ചെലവഴിച്ച് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. സോ അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അത് നിങ്ങൾ അതനുസരിച്ച് അത് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു ജേണി. അതെ. ഇനി ഞങ്ങളെ പ്ലാൻസ്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. മേ ബി നമുക്കത് നെക്സ്റ്റ് വീഡിയോസിൽ ഫർദർ ഇയേഴ്സിൽ ഞങ്ങൾക്കത് പറയാൻ പറ്റും തോന്നുന്നു. അപ്പം നമുക്കറിയാവുന്നതും നമ്മൾ ജർമ്മനിയിൽ നിന്ന് പഠിച്ച നമ്മളെ ജീവിത കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്, സ്കൈഹോക്ക് ഉൾപ്പെടെ. ഇനി നമുക്ക് ഒരുപാട് പ്ലാൻഡ് വിഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജർമ്മനിയിലാണെന്നുള്ളതാണ് ഞങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞങ്ങൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, 5+ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ജർമ്മനി എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് സ്കൈഹോക്കിലൂടെ നമ്മളും ഷെയർ ചെയ്യുന്നത്.